അയ്യപ്പ സംഗമം കഴിഞ്ഞു. പക്ഷേ വിവാദങ്ങൾ ഒഴിയുന്നതേയില്ല. സംഗമം ചീറ്റിപ്പോയി എന്ന് കെ മുരളീധരൻ. മൂന്നാം ഊഴം കിട്ടാൻ ഇനി പിണറായി ഗുരുവായൂരിൽ ശയനപ്രദക്ഷിണം നടത്തട്ടെ എന്നും പരിഹാസം. യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിക്കാൻ VN വാസവന് അത്യാവേശം എന്ന് KC വേണുഗോപാൽ. ഭക്തർ തന്നെ ബഹിഷ്കരിച്ച് സംഗമത്തെ പൊളിച്ചു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഇങ്ങനെ പ്രതിപക്ഷം ഒരു വശത്ത് ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കെന്ന് പറയുന്നു ദേവസ്വം മന്ത്രി. പരിപാടിക്ക് മുമ്പെടുത്ത വീഡിയോയാണ് പ്രചരിപ്പിക്കുന്നതെന്നും വാസവൻ. കള്ളപ്രചരണം നടത്തുന്ന മാധ്യമങ്ങൾക്ക് നാണവും മാനവുമില്ലേ എന്ന് MV ഗോവിന്ദൻ. കാലിക്കസേര AI വഴി ഉണ്ടാക്കാമല്ലോ എന്നും മറുചോദ്യം. ഹോട്ട് ടിയാൻ ടോക്ക് ചോദിക്കുന്നു, അയ്യപ്പ സംഗമം ഫലം കണ്ടോ? CPM-ൽ നിന്ന് A പത്മകുമാർ, കോൺഗ്രസിൽ നിന്ന് വിജയ് ഇന്ദുചൂടൻ. ആദ്യം ശ്രീ A പത്മകുമാറിലേക്ക് പോയാൽ, ശ്രീ A പത്മകുമാർ, ഈ ആഗോള അയ്യപ്പ സംഗമം അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കണ്ടോ, ഫലം കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതൊരു രാഷ്ട്രീയ വിജയമായി CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലേ? ഈ ആദ്യത്തെ ചോദ്യത്തിൻ്റെ തന്നെ ഉത്തരം പറഞ്ഞാൽ, ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും നടത്തിയത് എന്നുള്ളതാണ് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളത്. ലക്ഷ്മിയുടെ ആദ്യത്തെ ചോദ്യം തന്നെ അതാണ്. അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തോടെയാണ് അത് നടത്തിയത് എന്ന് പറയുന്നില്ല. പക്ഷേ അത് ഫലത്തിൽ അങ്ങനെ വന്നില്ലേ? അല്ല, അതെന്താണെന്ന് ഭാവി തെളിയിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ 4612 പേരാണല്ലോ അവിടെ പങ്കെടുത്തത്. അവിടെ ജനം പങ്കെടുത്തില്ലെന്നും അയ്യപ്പ വിശ്വാസികൾ പങ്കെടുത്തില്ലെന്നും അതുപോലെ തന്നെ അത് പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് BJP-ക്കാരേക്കാൾ ശക്തമായിട്ടിപ്പോൾ കോൺഗ്രസ്സിനാണല്ലോ. കാരണം അവർക്കാണ് ഏറ്റവും വലിയ വേവലാതി. ആ വേവലാതിയുടെ ഉത്തരമാണ് ലക്ഷ്മിയുടെ ആദ്യത്തെ ചോദ്യത്തിൽ വന്നത്. ഇനിയിപ്പോൾ ശയനപ്രദക്ഷിണം നടത്തിയാലും ഏത് പ്രദക്ഷിണം നടത്തിയാലും UDF വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ളത് KC വേണുഗോപാലിനും അറിയാം, മുരളീധരനും അറിയാം, രമേശ് ചെന്നിത്തലയ്ക്കും അറിയാം. അതുകൊണ്ടാണ് അവരിപ്പോൾ ഇത്ര ബുദ്ധിമുട്ടോടുകൂടി ഈ പ്രശ്നത്തെ കാണുന്നത്. ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി മുതലാക്കിയെടുക്കാനോ അതല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കാനോ ഞങ്ങൾ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾക്കറിവുള്ളതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങൾ, ഇപ്പോൾ 2018 സുപ്രീം കോടതി വിധി, ആ വിധിക്ക് അടിസ്ഥാനമായിട്ടുള്ള പെറ്റീഷൻ കൊടുത്തത് CPM-ൻ്റെ ആരുമല്ലല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ നേതാക്കന്മാരുമല്ല, ഡൽഹി താമസക്കാരായിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാണ്. അന്ന് ആ പെറ്റീഷൻ കൊടുത്തതൊന്നും വക്കീലന്മാരുടെ യുവാക്കളായിട്ടുള്ള വക്കീലന്മാരാണ് അല്ലെങ്കിൽ വനിതാ വക്കീലന്മാരാണ് അത് കൊടുത്തതെന്നുമൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ആവശ്യം ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണം എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ അതിനെതിരായിട്ടുള്ള സമരങ്ങൾ ആരംഭിച്ചപ്പോഴാണ് അവരുടെ തീരുമാനം മാറ്റി ഇവിടെ വിശ്വാസികളോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് സമരം നടത്തിയത്. ഈ സമരം നടത്തുമ്പോൾ അവരെന്താന്ന് പറഞ്ഞത്? ഞങ്ങൾ കേന്ദ്രത്തിൽ പുതിയ ബില്ല് കൊണ്ടുവന്ന് നിയമമാക്കി ഈ വിധിയെ മറികടക്കാനുള്ള നിയമം ഞങ്ങൾ പാസ്സാക്കും. ഇപ്പോൾ എത്ര വർഷമായി? 7 വർഷം കഴിഞ്ഞില്ലേ? 7 വർഷം കഴിഞ്ഞിട്ട് ഇന്ന് വരെ അതിനു വേണ്ടിയിട്ടുള്ള സമീപനം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയോ? കേന്ദ്ര ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി അക്കാര്യത്തിൽ ഇടപെട്ടോ? ഇതിനെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയ്ക്കോ മുരളീധരനോ KC വേണുഗോപാലിനോ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? അവരതിനെപ്പറ്റി മിണ്ടുന്നില്ല, അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല. അപ്പോൾ രാഷ്ട്രീയമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഉപയോഗിക്കുന്ന രീതി
കോൺഗ്രസിനാണ് BJPക്കാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നിയമം മൂലം അതിനെ അവിടെ സ്ത്രീകളുടെ അക്കൂട്ടത്തിൽ പ്രവേശനം CPM വിലക്കണം എന്നുള്ളതാണോ ഒരു ഇപ്പോൾ മിനിറ്റ്, ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം? നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. അല്ല ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് യാതൊരു നിലപാടും സ്വീകരിക്കാതിരുന്നവരാണ്. ഞാൻ അവരുടെ രാഷ്ട്രീയത്തെ പറ്റിയാണ് പറയുക, അല്ലാതെ എൻ്റെ ആവശ്യത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള മുതലെടുപ്പുകളും രാഷ്ട്രീയ ചതികളും നടത്തുന്നവരാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം പൊളിഞ്ഞുപോയി എന്ന വാദഗതിയുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അവിടെ 4000, ഞാൻ ഇന്നലെ പങ്കെടുത്തതാണല്ലോ, ആ ഹോള് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. 4612 പേരാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. കേരളത്തിൽ നിന്ന് 1819 പേരും, തമിഴ്നാട്ടിൽ നിന്ന് 1545, ആന്ധ്ര 90, തെലങ്കാന 182, മഹാരാഷ്ട്ര 43, ഹരിയാന 2, ഒഡീഷ 12, ഡൽഹി 2 തുടങ്ങി നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരോ, ശ്രീലങ്കയിൽ നിന്ന് 39, ദുബായ് 16, അബുദാബി 18, അമേരിക്ക 5, മലേഷ്യ 13, ഷാർജ 19, ഖത്തർ 10, ബഹ്റിൻ 11, ഒമാൻ 13, UK 13, കാനഡ 13, സിംഗപ്പൂർ 8. കണക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലുണ്ട്. അത് ഈ നമ്മൾ നിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ആ നിലയ്ക്ക് ആളുകൾ പങ്കെടുത്തു എന്ന് മാത്രമല്ല, 28 സമുദായ സംഘടനകൾ, NSSും SNDP യോഗം, മലയാളിയ സമുദായം, അതുപോലെ തന്നെ പിന്നെ പുലയർ മഹാസഭ തുടങ്ങി പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള 28 സമുദായ സംഘടനകളുടെ പ്രാതിനിധ്യം ആ പരിപാടിക്കുണ്ടായിരുന്നു. തീർച്ചയായും വിവിധ സമുദായ സംഘടനകളുടെ പ്രാതിനിധ്യം NSSനെ SNDPയും ഒക്കെ ഒരേ വേദിയിൽ ഇരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ നേട്ടമാണ്. അപ്പോഴും പറയുന്നു, ഈ കാലി കസേരകളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചിത്രം അത് AI അല്ല. അത് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അക്കാര്യത്തിൽ തിരുത്തുണ്ട്, അത് AI അല്ല എന്നുള്ളത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ വിജയ് ഇന്ദുചൂഡൻ, 4126 പേർ പങ്കെടുത്തു എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക്. ആ പ്രധാന വേദിയിൽ തന്നെ ഇരിക്കുവാൻ സജ്ജീകരിച്ചിരുന്നത് 3500 പേർക്ക് മാത്രമാണ്. അപ്പോൾ ഈ 4126 എന്ന് പറയുന്നത് സർക്കാർ പ്രതീക്ഷിച്ചതിലും അധികമാണ് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഈ ആളെണ്ണത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിൽ വിമർശനം ഉയർത്തുമ്പോൾ സത്യത്തിൽ പ്രതിപക്ഷത്തെ വിരളി പിടിപ്പിക്കുന്നത് ഈ സമുദായ സംഘടനകളെ ശബരിമല വിഷയത്തിൽ, അതല്ലെങ്കിൽ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഒരേ വേദിയിൽ അണിനിരത്താൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയല്ലേ? അതല്ലേ പ്രതിപക്ഷത്തെ വിരളി പിടിപ്പിക്കുന്ന ഒരു കാര്യം? പ്രതിപക്ഷത്തിനെ ഒന്നും വിരളി പിടിക്കുന്നില്ല ലക്ഷ്മി. ഇവിടെ അദ്ദേഹം പറഞ്ഞ, പ്രിയപ്പെട്ട പത്മകുമാരേട്ടൻ പറഞ്ഞ കണക്കൊക്കെ അതിഗംഭീരമായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്നത് പോലെ ഈ കണക്കുകളൊക്കെ പറയപ്പെടുന്നത് പോലെ ഇവിടെ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെടുത്ത ഫുട്ടേജിനകത്ത് ഒഴിഞ്ഞ കസേരയൊക്കെ എന്തായിരുന്നു? ഈ പറയുന്നത് പോലെ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ, MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ, അവിടെ ഒഴിഞ്ഞ കസേരകളല്ലാതെ കേവലം AI വലിയ വികൃതിയാണെന്നൊക്കെ പറയുമ്പോൾ നാളുകളിൽ അദ്ദേഹത്തിനെ ഞങ്ങൾക്ക് പറയാൻ, പൊതുസമൂഹവും അയ്യപ്പ ഭക്തരും ഒക്കെ ഇനിയും പറയുവാൻ പോകുന്ന MV ഗോവിന്ദൻ എന്നല്ല, AI ഗോവിന്ദൻ എന്നായിരിക്കും. അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പറയുന്ന പോലെ ഒഴിഞ്ഞ കസേരകളിൽ ഒരു ഫുട്ടേജുകളിലും പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകരും മുതിർന്ന മാധ്യമ പ്രവർത്തകരൊക്കെ അവിടെ ചെന്ന് റെക്കോർഡിക്കലായിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ എടുത്തിട്ടുള്ളപ്പോൾ അവിടെ ഈ ഒഴിഞ്ഞ കസേരകളൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ, ഈ പറയുന്ന പോലെ 4500 പേർ പങ്കെടുത്ത ആളുകളൊക്കെ എവിടെ ഇരിക്കുകയായിരുന്നു? ഒളിഞ്ഞിരിക്കുകയായിരുന്നോ? ഈ പറയുന്ന കോൺക്ലേവിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നോ? ഈ അയ്യപ്പ സംഗമത്തിൽ സാമുദായിക സംഘടനകളെ ഒക്കെ കൊണ്ടുവന്നത് ശരി തന്നെ. പക്ഷേ ആ സാമുദായിക സംഘടനകളെയൊക്കെ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുമ്പോഴും എത്ര അയ്യപ്പ ഭക്തർ ഈ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടി, നമ്മൾ പറയുന്നത് പോലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ, പ്രിയപ്പെട്ട പത്മകുമാരേട്ടൻ അടക്കമുള്ള, അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടൊക്കെ ഇരുന്ന ആളാണല്ലോ. വിജയ്, ഒരു സർക്കാർ ക്ഷണിച്ച് കൊണ്ടുവരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായാൽ സാധാരണഗതിയിൽ ഒരു പരിപാടിയിലാണെങ്കിൽ പ്രതിപക്ഷം അതിനെ പ്രതി ഇത്രയധികം വേവലാതിപ്പെടില്ലല്ലോ. സർക്കാരിന്റെ പരിപാടിയിൽ ആള് കുറഞ്ഞു, ഇപ്പോൾ സർക്കാർ സംഘടിപ്പിച്ച ഒരു സംഗമത്തിലോ ഒരു സെമിനാറിലോ ഒക്കെ ആള് കുറഞ്ഞു എന്നുള്ളത് ആളെണ്ണം എടുത്ത് ഇത്തരത്തിൽ പറയുന്നത് അവിടെ ഈ സമുദായ സംഘടനകളുടെ സാന്നിധ്യം തന്നെയല്ലേ നിങ്ങളെ അസ്വസ്ഥരാക്കുന്നത്? സത്യത്തിൽ അല്ല, ഞങ്ങൾക്ക് അതിനകത്ത് വേവലാതിയൊന്നുമില്ല. ഒരു സർക്കാർ
പരിപാടിയാണെങ്കിൽ, ഒരു സർക്കാർ നിർമ്മിത പരിപാടിയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള വേവലാതികളുമില്ല. പക്ഷേ അതിന് കൊടുക്കുന്ന ചില മാനങ്ങളുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ അജണ്ട എന്തായിരുന്നു? സമഗ്രമായിട്ടുള്ള വികസനമായിരുന്നു. ഈ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി, അയ്യപ്പ സന്നിധാനത്തിന് വേണ്ടി, അയ്യപ്പ പൂങ്കാവനത്തിന് വേണ്ടി സമഗ്രമായിട്ടുള്ള വികസനം വേണമെന്നുള്ള ആവശ്യത്തോടു കൂടിയാണ് നടത്തിയത്. പ്രതിപക്ഷം പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം തന്നെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും അടക്കമുള്ള നേതാക്കൾ ഉത്തരം പറഞ്ഞല്ലോ, ഞങ്ങൾ പങ്കെടുക്കില്ല. അതായിരുന്നു ഞങ്ങളുടെ നിലപാട്. പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ UDF-ന്റെയോ നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ ഭക്തരോടൊപ്പം തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഈ പാർട്ടിയുടെ ഇന്നത്തെ നിലപാട് എന്താ? ശരി, ആഗോള അയ്യപ്പ സംഗമവും കഴിഞ്ഞു. ഇന്നും ഈ പ്രസ്ഥാനത്തിന്റെ CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടെന്താ? പിണറായി വിജയന്റെ നിലപാടെന്താ? ഈ പറയുന്ന പോലെ നവോത്ഥാന നായകന്മാരുടെ ആ സമിതിയൊക്കെ രൂപീകരിച്ചല്ലോ, ആ സമിതിയുടെ നിലപാട് എന്തായിരുന്നു? സ്ത്രീ സംരക്ഷണ സേനയായിട്ട് കുറെ ആളുകളൊക്കെ വന്നല്ലോ, അല്ലെങ്കിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുവതികളെ, അയ്യപ്പ ഭക്തി പൂണ്ട യുവതികളെ സന്നിധാനത്തിന് എത്തിക്കുവാൻ വേണ്ടി നമ്മളുടെയൊക്കെ നികുതി പണം കൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്ന, പോലീസിനടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾക്കടക്കം ശമ്പളം കൊടുക്കുന്ന ആളുകൾ, അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആ സന്നിധാനത്ത് എത്തിച്ചല്ലോ. അവരുടെയൊക്കെ നിലപാട് എന്താ? ഇന്ന് ഇതേ നിലപാട് തന്നെയാണോ പ്രിയപ്പെട്ട പത്മകുമാറിന്റെ ഉള്ളത്? CPIM-ന്റെ ആ നിലപാടിൽ CPIM-ന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടന്നു, പക്ഷേ അവിടെ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് നിങ്ങളടക്കം, മാധ്യമപ്രവർത്തകരടക്കം, ഞങ്ങളടക്കമുള്ള ആളുകൾ കണ്ടതാണ്. 623 പേര് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ എന്നുള്ള റെക്കോർഡിക്കലായി നിങ്ങളടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ 4500 പേര് പങ്കെടുത്തു എന്ന് ഇല്ല വിജയ്, അതിനകത്ത് മാധ്യമ വാർത്തകളിൽ ചെറിയ കൺഫ്യൂഷൻ വന്നതാണ്. ചില മാധ്യമങ്ങൾ അതിൽ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടില്ല. 600 എന്ന് പറയുന്നത് വിദേശ പ്രതിനിധികളുടെ മറ്റോ കണക്ക് വെച്ചിട്ട് ഏതോ മാധ്യമം തെറ്റായി കൊടുത്തതാണത്. അങ്ങനെ ഒരു കണക്ക് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കണക്കാണ്. ഒരു കൗണ്ടറില് 4500 പേർ പങ്കെടുത്തതാണെങ്കിൽ പോലും എത്രത്തോളം ഒഴിഞ്ഞ കസേരകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയല്ലേ? എത്രത്തോളം ഒഴിഞ്ഞ കസേരകൾ അവിടെ കിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശരിയല്ലേ? നിങ്ങളുടെ അടക്കമുള്ള ഫുട്ടേജിനകത്ത് അത് പകർത്തിയിട്ടുണ്ടല്ലോ നിങ്ങൾ. അപ്പൊ ആ ആളുകളൊക്കെ എവിടെയായിരുന്നു? അദ്ദേഹം പറഞ്ഞ വിചിത്രമായിട്ടുള്ള വാദം എന്തായിരുന്നു? 3500 പേർ മാത്രമേ പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ, പക്ഷേ ഞങ്ങൾ ഏകദേശം 6000-ഓളം കസേരകൾ ഇട്ടു. ഇനിയും അദ്ദേഹം ഞങ്ങളുടെ ശ്രീ കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഇനി 4000 പേർ പങ്കെടുക്കേണ്ട പരിപാടിയിൽ 6000 പേരുടെ കസേര ഇട്ടു. ആ 2000 കസേരയാണ് ഒഴിഞ്ഞു കിടക്കുന്നത് നിങ്ങൾ കണ്ടതെന്ന് എല്ലാ മാധ്യമ പ്രവർത്തകരോടും പൊതുസമൂഹത്തിനോടും ഒക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള ആശങ്കകളുമില്ല. ഒരു സർക്കാർ പരിപാടി നടത്തുന്നതിൽ അവർക്ക് പരിപാടിയിൽ ആള് വരുന്നുണ്ടോ, ആള് വരുന്നില്ലയോ എന്നുള്ളത് ഞങ്ങളുടെ പ്രശ്നമല്ല. പക്ഷേ അത് കൊടുക്കുന്ന ഒരു മാനമുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഏറ്റവും വലിയ അജണ്ട എന്തായിരുന്നു? ഈ അയ്യപ്പ ഭക്തരുടെ, ഈ അയ്യപ്പ സന്നിധിയുടെ ഏറ്റവും വലിയ സമഗ്രമായിട്ടുള്ള വികസനം. ഇനി ഒരു കാര്യം കൂടെ പറയാം. അതിനകത്ത് ഈ ഹൈക്കോടതി നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നിയമിക്കുന്ന ഒരു ഉന്നതാധികാര സമിതി പങ്കെടുക്കണമെന്നുണ്ട്. ആ ഉന്നത അധികാര സമിതിയുടെ ആരാണ് അതിനകത്ത് പങ്കെടുത്തത്? ഏത് ഡെലിഗേറ്റ് ആണ് അതിനകത്ത് പങ്കെടുത്തത്? ഈ സർക്കാർ അത് വിശദമാക്കണ്ടേ? പൊതുസമൂഹത്തിനോട് പറയണ്ടേ? പ്രതിപക്ഷം പങ്കെടുത്തില്ല, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി. അതിനൊപ്പം ഇന്നലെ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൂടി. അതിനകത്ത് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കിയ വിവരം അനുസരിച്ച് സന്നിധാനത്തിന്റെ ശ്രീകോവിലിന്റെ താഴികക്കുടത്തേക്കാൾ ഉയരത്തിലുള്ള എല്ലാ കെട്ടിടങ്ങളും പൊളിക്കണം എന്നുള്ളതടക്കമുള്ള നിർദ്ദേശങ്ങൾ, 58 മീറ്റർ പരിധി ബഫർ സോൺ ആക്കണം എന്നുള്ളത്, മേൽശാന്തിയുടെയും തന്ത്രിയുടെയും കെട്ടിടം പൊളിച്ചു നീക്കണം, അത് വെള്ള നിവേദ്യം തയ്യാറാക്കുന്നതിനടുത്തേക്ക് മാറ്റണം. മാത്രമല്ല സന്നിധാനത്ത് തീർത്ഥാടകർക്കുള്ള താമസ സ്ഥലം 19% അവിടെ സന്നിധാനത്തുള്ളത് കുറച്ചിട്ട് നിലയ്ക്കലിൽ വിപുലമായ സൗകര്യം ഒരുക്കണം. പാർക്കിങ്ങിന് അടക്കമുള്ള കാര്യങ്ങളിൽ AI സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് അവിടെ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നൊക്കെ. ഇതൊക്കെ ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനുമൊക്കെ തീരുമാനിക്കാൻ പറ്റുന്ന, വളരെ ലളിതമായി തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? അതിനെന്തിനാണ് ഈ കോടികൾ ചെലവഴിച്ചുള്ള അയ്യപ്പ സംഗമം എന്നുള്ളതാണ് മറ്റൊരു സംശയം. അല്ല, അതിനകത്ത് ആദ്യം പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ AIയുടെയും കസേരകൾ മാത്രമായിരുന്നു എന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. അതിലേറ്റവും രസകരമായിട്ടുള്ള സംഭവം, ഇപ്പോൾ UDF-നും കോൺഗ്രസിനും ഇതിലിത്ര ഭീതി എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം അങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടന്നു, ആൾ പങ്കെടുത്തില്ല, അത് എന്താ ഇത്ര വലിയ ബേജാറാവുന്ന എന്തിനാണ്? അപ്പം അതുകൊണ്ട് അവരുടെ ബേജാറിൽ നിന്ന് തന്നെ അയ്യപ്പ സംഗമം വിജയിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവരിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളും മറ്റും നട്ടം തിരിഞ്ഞ് നടക്കുമ്പോൾ 16 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് ഒരു അനധികൃതമായിട്ടുള്ള ഒരു ചെലവ് എന്തിനാണെന്നുള്ള ഒരു പൊതുസമൂഹത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമുണ്ടല്ലോ.
16 കോടി ഞാനാണല്ലോ പറയുന്നത് വിജയ്, ഞാനതാ പറയാൻ വരുന്നത്. അപ്പൊ ഉദ്ഘാടനം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഉദ്ഘാടന സെഷൻ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് 4 സെഷനുകളായിട്ട് മാറുകയാണ്. ആ 4 സെഷനുകളായിട്ട് മാറുമ്പോൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അതാത് മേഖലകളിലേക്ക് മാറിയിരുന്നപ്പോഴാണ് അവിടെ ഒഴിഞ്ഞ കസേരകളുടെ പടമെടുത്തിട്ട് ഈ ഇത് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ചില മാധ്യമങ്ങൾ എത്തിയത്. ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രചരണങ്ങളാണ് നടത്തുന്നത്? തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ വേണ്ടി വളരെ മോശമായിട്ടുള്ളതും അല്ലാതെ നമുക്കൊരു കാരണവശാലും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതും കഴിഞ്ഞ കാലത്ത് കേട്ടുകേഴ്വിയില്ലാത്തതുമായിട്ടുള്ള പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളത് പല കാരണങ്ങളാൽ. അതല്ല, അയ്യപ്പ സംഗമത്തിൽ എന്താണ് ഇത്രയധികം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടുന്ന എന്ത് വിഷയത്തിലാണ് നിങ്ങൾ തീരുമാനമെടുത്തത്? ഇത്രയധികം ആളുകളെ വിളിച്ചുകൂട്ടി വിദേശത്ത് നിന്നടക്കം പ്രതിനിധികളെ വരുത്തി കോടികൾ ചെലവഴിച്ചുകൊണ്ട് നടത്തേണ്ട എന്ത് കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ ഈ പറഞ്ഞ ഈ നിർദ്ദേശങ്ങളല്ലാതെ മറ്റെന്താണ് അവിടെ ഉയർന്നു വന്നത്? അവിടെ ഈ പറഞ്ഞ ഞാനൊന്ന് പറഞ്ഞ് തീർത്തിട്ട് ചോദിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയ്ക്കുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ച് അപ്പുറത്തെ ആൾ കുറഞ്ഞു ഇപ്പുറത്തെ ആൾ കുറഞ്ഞു എന്നുള്ള ചർച്ച വേണ്ട. അവിടെ എന്താ പ്രശ്നം? ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്. ആ ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങളും അതുപോലെ തന്നെ കോടതി ഉൾപ്പെടെ മേൽനോട്ടം വഹിച്ചുകൊണ്ടുള്ള ഹൈപ്പവർ കമ്മിറ്റി ഉണ്ട്. ഈ ഹൈപ്പവർ കമ്മിറ്റി ഉൾപ്പെടെയാണ് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ നമുക്ക് നിറപുത്തരിക്ക് കറ്റ കൊണ്ടുപോകാൻ വേണ്ടി കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ച് ധാരണ എത്തിയൊരു കാര്യമാണ് പമ്പയിലെ പാലം. നമ്മുടെ ഹിൽ ടോപ്പിൽ നിന്ന് ഗണപതി അമ്പലത്തിൻ്റെ അവിടേക്ക് പോകുന്നൊരു പാലം നിർമ്മിക്കണം എന്ന് നമ്മളന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അതുപോലെ റോപ്പ് വേയുടെ പ്രശ്നമുണ്ട്, ശബരി റെയിലിൻ്റെ പ്രശ്നമുണ്ട്, എരുമേലിലെ വിഷയങ്ങളുണ്ട്, നിലയ്ക്കൽ ബേസ് ക്യാമ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളും അവിടെ നിരന്തരമായി ഇടപെടുന്നവരുമായിട്ട് ആലോചിച്ച് തന്നെ നടപ്പിലാക്കുന്നതാണ് നല്ലതെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു സംവിധാനം അവിടെ നടത്താൻ വേണ്ടിയിട്ട് ആലോചിച്ചത്. അതിലെന്തെങ്കിലും തർക്ക വിഷയങ്ങളുണ്ടോ? അതല്ലാതെ നമ്മൾ മറ്റൊരു രീതി കേൾക്കാമോ? കേൾക്കാം. കണക്ഷൻ വിട്ടു അത് ഉരുത്താഴെ പോയി. തിരിച്ചെത്താം. എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ അങ്ങോട്ട് പറയുന്ന കേൾക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ വിജയ് ഇന്ദുചൂഡൻ, അവിടെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്മാരെ വിളിച്ചുകൂട്ടിയുള്ള ചർച്ചയായിരുന്നു എന്നാണ് ഈ വിഷയത്തിൽ ഏതായാലും അതാണ് പ്രധാന അജണ്ടയായി പറയുന്നത്. അതിനകത്ത് അങ്ങനെ ഒരു സംഗമം നടക്കുമ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായും അതിൽ പങ്കെടുക്കേണ്ടിയിരുന്നതല്ലേ? അങ്ങനെ വികസനം ചർച്ച ചെയ്യുന്ന ഒരിടത്ത് നിന്ന് പ്രതിപക്ഷം എന്ത് കാരണങ്ങൾ പറഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത്? അന്ന് അവിടെ എടുത്ത കേസുകൾ പിൻവലിക്കുമോ എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആ ചരിത്രം ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ, വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണല്ലോ. 2018 എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത്. വലിയ തോതിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ, പൊതുമുതൽ നശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കേസൊക്കെ പിൻവലിക്കണം എന്ന് ഒറ്റയടിക്ക് എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് പറയാൻ കഴിയുന്നത്? അങ്ങനെയെങ്കിൽ ഈ ഭക്തർ എന്ന വ്യാജേനെ അവിടെ ചിലർ നടത്തിയ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് ശരിവെച്ച് കൊടുക്കുവാൻ കഴിയുന്നത്? അത് തന്നെ രാഷ്ട്രീയമായി ശരിയാണോ? ലക്ഷ്മി, പാപ പരിഹാരമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ശരണം വിളി തുടങ്ങി. ഈ ഭരണം കിട്ടുന്നതിന് വേണ്ടി പാപ പരിഹാരമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്തുകൊണ്ട് ശരണം വിളി തുടങ്ങിയതിന് ഞങ്ങൾ എന്തിനാണ് പങ്കെടുക്കുന്നത്? വളരെ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്നത് ഒരു വികസന സംവാദമാണ് നടക്കുന്നത് എന്ന് സർക്കാർ തന്നെ പറയുന്നു. അതാണ് അതിന്റെ അജണ്ടയായി, പ്രധാന അജണ്ടയായി പറയുന്നത്. അതിന് പിന്നിലെ രാഷ്ട്രീയം നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ എങ്ങനെ, എന്ത് കാരണം പറഞ്ഞ് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും? ആ വിട്ടു നിന്നതിന്റെ കാരണങ്ങൾ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? UDF മന്ത്രിസഭയിൽ നമ്മൾ എല്ലാവരും അല്ല, ഒരു മിനിറ്റ്. ഇപ്പൊ വിജയ് പറഞ്ഞല്ലോ ശരണം വിളിയെ പറ്റി. കഴിഞ്ഞ ദിവസം മുത്തങ്ങായും ശിവഗിരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരണം വിളി ശ്രീ AK ആന്റണി നടത്തിയല്ലോ. അതിനെപ്പറ്റി കൂടെ ഓർക്കുന്നത് നല്ലതായിരിക്കും.
അതുപോലെയാണോ ഇത്രത്തോളം ആളുകളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്തിട്ട് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന പോലെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്നത് ഭരണം ശരണം എന്ന് പറയുന്നത് പോലെയാണോ? മുഷ്ടി ചുരുട്ടി പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനൊന്ന് ഇവിടുത്തെ വിശ്വാസ സമൂഹം കണ്ടതല്ലേ? മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് പോലെയാണോ ശരണം വിളിക്കുന്നത്? അതെല്ലാം നമ്മൾ ഓൺ റെക്കോർഡ് നമ്മൾ കണ്ടതല്ലേ? ഇനിയും അതെല്ലാം പോട്ടെ. രാജ്യത്തെ പ്രശ്നം ഇവിടെ അതൊക്കെയാണോ ഇവിടുത്തെ പ്രശ്നം? ഈ നിങ്ങൾ UDF എന്തുമാത്രം രാഷ്ട്രീയമായി തരം താഴുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അവിടെ ഈ അയ്യപ്പ സംഗമം നടത്തി ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശബരിമലയിൽ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ പറ്റിയുള്ള ആലോചന, അതിൽ വിദേശ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്നു, ശബരിമല റെയിൽവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റി ആലോചിക്കുമ്പോൾ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. സർക്കാർ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിൽ നിന്നും വിട്ടുനിൽക്കുവാനായി പ്രതിപക്ഷം പറഞ്ഞ കാരണങ്ങൾ അത് ന്യായമാണോ എന്നുള്ളതാണ്. നിലവിൽ ആ സത്യവാങ്മൂലത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. ആ സത്യവാങ്മൂലവും ശബരിമല വികസനവും തമ്മിൽ കണക്ട് ചെയ്യുന്നത് സത്യത്തിൽ എന്തിനാണ്? ആ കാരണം പറഞ്ഞ് എന്തിനാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും UDFന്റെ ചോദ്യമാണ്. ആ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ലേ ഈ സർക്കാർ ഭരണപക്ഷത്തുള്ള ആളുകൾ ഈ പറയുന്ന സാമുദായികവും സംഘടനകളെ എല്ലാം ക്ഷണിച്ചത്. NSSനോട് പറഞ്ഞിട്ടില്ലേ? SNDPയോട് പറഞ്ഞിട്ടില്ലേ? അയ്യപ്പ സേവാ സമാജത്തിനോട് പറഞ്ഞിട്ടില്ലേ? അയ്യപ്പ സേവാ സംഗമത്തിനോട് പറഞ്ഞിട്ടില്ലേ? ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം മതി ശബരിമലയിൽ പാലം പണിയുന്നതും റോഡ് പണിയുന്നതും പാർക്കിംഗ് ശരിയാക്കുന്നതും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഇന്നായിരുന്നില്ല ലക്ഷ്മി, ഈ അടുത്ത സമയത്തായിരുന്നില്ല വേണ്ടത്. 2016 മുതൽ ഭരണത്തിലിരിക്കുന്ന ഒരു ഭരണപക്ഷ സർക്കാരാണ് ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ, 9.5-10 വർഷത്തിനിടയിൽ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ചുക്കാൻ പിടിക്കാൻ എന്തുകൊണ്ട് ഈ സർക്കാർ തയ്യാറായില്ല? ഈ 6 മാസം കൂടെ ഉള്ളപ്പോഴാണ് അവർക്ക് ബോധോദയം ഉണ്ടായത്. ഈ അയ്യപ്പന്മാരെ എല്ലാം അങ്ങ് സമഗ്രമായിട്ടുള്ള വികസിപ്പിക്കണം. ഈ 6 മാസം കൂടെ ഉണ്ടായത്. വിജയ് ഒരു കാര്യം ഈ അയ്യപ്പ സംഗമത്തിൽ ഇപ്പോൾ വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു തർക്ക വിഷയമല്ല. സത്യത്തിൽ ഒരു തർക്ക വിഷയവുമല്ല. ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പിനോ ഒക്കെ ഏകപക്ഷീയമായി തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന, ആരും തന്നെ എതിർപ്പ് ഉയർത്താത്ത കാര്യങ്ങളാണ്. അതിനകത്ത് ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിന് പകരം അത് ശരിക്കും സംഘടിപ്പിക്കേണ്ടിയിരുന്നത് 2018-ല്ലേ? എന്താണ് വിധി എന്നതുമായി ബന്ധപ്പെട്ട്, എന്താണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അത് നടപ്പാക്കാൻ പോവുകയാണ് എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അയ്യപ്പ ഭക്തരെ ബോധവൽക്കരിക്കേണ്ടിയിരുന്നത് 2018-ല്ലേ ശരിക്കും? ചോദ്യം എന്നോടാണോ ലക്ഷ്മി? വിജയ്, അല്ല, പത്മകുമാറിനോടാണ്. നിങ്ങളിപ്പോ അല്ല, വിജയനോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു സംശയം വേണ്ട, 2026 നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരും. 2031 മുമ്പ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് ആത്മവിശ്വാസമാണ്. ഞാനിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? 2018-ല്ലേ ശരിക്കും ഈ അയ്യപ്പ സംഗമം നടത്തേണ്ടിയിരുന്നത്? അപ്പോഴായിരുന്നില്ലേ വിശ്വാസികളെ വിശ്വാസത്തിൽ എടുക്കേണ്ടിയിരുന്നത്? അവിടെ ആയിരുന്നില്ലേ തർക്ക വിഷയങ്ങൾ ഉണ്ടായിരുന്നത്? ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തർക്ക വിഷയങ്ങളാണോ? ഇത്രയധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇതിന് സ്പോൺസർമാരാണെന്ന് തന്നെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ചെലവഴിക്കുന്ന പണത്തിന് കണക്കില്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. പൈസ കണക്ക് പറഞ്ഞുകൊണ്ടല്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന പ്രശ്നമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിന്റെ ഭരണസമിതിയും വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. പറയട്ടെ, 2018 ലക്ഷ്മി ഞാൻ അതേ പറയാൻ വരുന്നത്, അതിന്റെ മേളിൽ കയറി പറയാതെ. 2018 സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞോട്ടെ 2018 സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോ
നമ്മൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയാൽ ആ വിധിയെ മറികടക്കാൻ കഴിയുമെന്നാണോ ലക്ഷ്മി പത്മൻ ചിന്തിക്കുന്നത്? വിധിയെ മറികടക്കണം എന്ന് ഞാൻ പറഞ്ഞതേയില്ല. വിധിയെ മറികടക്കണം എന്ന് ഞാൻ പറഞ്ഞതേയില്ല. അപ്പോ വ്യക്തിപരമായി കൂടി എന്റെ നിലപാട് അതല്ല. വിധിയെ മറികടക്കണ്ട. അവിടെ ചെയ്ത കാര്യങ്ങളിൽ അവിടെ എന്ത് നിലപാടാണോ അന്ന് സർക്കാർ സ്വീകരിച്ചത് അത് അയ്യപ്പ ഭക്തരെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നതല്ലേ അന്ന്? അല്ല, അത് കഴിഞ്ഞിട്ടുള്ള സുപ്രീം കോടതി വിധിയുടെ പകർപ്പ് മലയാളത്തിലാക്കി സാധാരണ അയ്യപ്പ ഭക്തരുടെ വീടുകളിലേക്ക് എത്തിക്കേണ്ടതായിരുന്നില്ലേ സർക്കാർ? ഒട്ടേറെ അല്ല, ആ കാലഘട്ടത്തിലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. വെള്ളപ്പൊക്കം വന്നതിന് ശേഷം അവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള വർഷങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ്. ആ തുടർച്ചയ്ക്ക് കൂടുതൽ തെളിമയുണ്ടാക്കാനും ശരിമയുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നമ്മളവിടെ നടത്തിയത്, ദേവസ്വം ബോർഡ് നടത്തിയത്. അതിൽ ഗവൺമെൻറ്റിൻ്റെ സഹായമുണ്ട്. ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ ഉള്ളവർ അതിന് അനുമോദനം അറിയിച്ചുകൊണ്ടുള്ള കത്തയച്ചില്ലേ? അപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, ഇത് മനസ്സാൽ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ വിജയ് ഇപ്പോൾ പറഞ്ഞതുപോലെ UDF-നും BJP-ക്കും ഇതെന്തെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്നത് എന്നുള്ള സംശയത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ഈ തർക്കങ്ങളൊക്കെ. അങ്ങനെ ഒരു തർക്കവും വേണ്ട. അയ്യപ്പ സംഗമത്തിൻ്റെ അടിസ്ഥാനത്തിലോ അത് ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ടൊന്നും നടത്തിയതല്ല. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തിയതാണ്. 2026-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഈ ചർച്ചകൾക്കിടയിലൊക്കെ ഇക്കാര്യം എന്തിനാണ് ശ്രീ എ പത്മകുമാർ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവിടെ നമ്മൾ ശബരിമല വികസനത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. ശരിയാണ്, രാഷ്ട്രീയമായി അത് CPM-ന് ഇടതുപക്ഷത്തിന് സർക്കാരിന് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോഴും അയ്യപ്പ സംഗമവുമായി ചേർത്ത് പറയുമ്പോൾ എല്ലാത്തിന്റെയും കൺക്ലൂഷൻ ശ്രീ എ പത്മകുമാറിന്റെ എല്ലാ വാദങ്ങളുടെയും കൺക്ലൂഷൻ ഞങ്ങൾ അധികാരത്തിലെത്തും എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് അങ്ങനെയായി? അല്ല ലക്ഷ്മി ചോദിച്ചപ്പോൾ തന്നെ ഇടയ്ക്കൊരു കള്ളച്ചിരി വന്നല്ലോ, അത് തന്നെ അതിൻ്റെ കാരണം. അത്രയേ ഉള്ളൂ. എൻ്റെ ചിരിയുടെ കാരണം അതല്ല. പക്ഷെ താങ്കൾ ഏത് വാദം ഇതുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യത്തിനും അവസാനം പറയുന്നത് എൻ്റെ ചോദ്യം ഇതായിരുന്നു: ഇപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഈ തീരുമാനങ്ങൾ ഇത് കൈക്കൊള്ളാനാണെങ്കിൽ ഇത്രയധികം കോടി ചെലവഴിച്ചിട്ട് ഒരു സംഗമത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു? ശരിക്കും നിങ്ങൾ സംഗമം നടത്തേണ്ടിയിരുന്നത് 2018-ൽ ആയിരുന്നില്ലേ? അന്നല്ലേ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നത്? നമുക്കറിയാം, സാധാരണ ഭക്തരടക്കമുള്ളവർ, അതിൽ CPM-കാരായിട്ടുള്ള കുടുംബങ്ങളിലെ തന്നെ ആളുകൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അന്നായിരുന്നില്ലേ ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടിയിരുന്നത് എന്നുള്ളത് എൻ്റെ ഏറ്റവും ലളിതമായ ചോദ്യമാണ്. ആ ഒരു കൗതുകത്തിൽ നിന്ന് ചോദിച്ചത് കൂടിയാണ് ഞാൻ. ലക്ഷ്മി, അതല്ല എനിക്ക് ഇന്നലെ അങ്ങനെ ആവണം എന്ന് വാശി പിടിക്കുന്ന കൊച്ചുകുട്ടിയെ പോലെ ലക്ഷ്മി ആവരുത്. ഇന്നാണ് നടത്താൻ കഴിഞ്ഞത്. അയ്യപ്പ സംഗമം നടത്താൻ ഇപ്പോഴാണ് കഴിഞ്ഞത്. 2018-ൽ അത് കഴിഞ്ഞില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂട്ടി കണക്ട് ചെയ്തിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അങ്ങനെ മറുപടി പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഈ 2026-ൽ അധികാരത്തിൽ വരുന്ന എൻ്റെ അമിതാവേശം കൊണ്ടൊന്നും പറയുന്നതല്ല. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. വിജയ്, ഇതിനകത്ത് പങ്കെടുത്തിരുന്നുവെങ്കിൽ, ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷം കൂടി പങ്കാളികൾ ആയിരുന്നുവെങ്കിൽ, അവിടെ ഉയരുന്ന സംവാദങ്ങളിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ എന്തെങ്കിലും സത്യത്തിൽ പ്രതിപക്ഷത്തിന് കോട്ടം സംഭവിക്കുമായിരുന്നോ? നേട്ടമല്ലേ സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നുള്ളൂ? ശരിക്കും അതൊരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആയില്ലേ അവിടെ നിന്നും വിട്ടുനിന്നത്? ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്കും ഇല്ല ലക്ഷ്മി. അദ്ദേഹം അതിനു മുൻപായി തന്നെ പത്മകുമാർ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഈ ലക്ഷ്മി ചോദിച്ച ആ വ്യക്തമായ ചോദ്യത്തിൽ നിന്ന് എത്ര വിദഗ്ധമായിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറിപ്പോയി. 2018 മുതൽ അന്നേ എടുക്കേണ്ട തീരുമാനമല്ല, അല്ലെ സമഗ്രമായിട്ടുള്ള വികസനത്തിനെ പറ്റി അന്നേ അദ്ദേഹം ആലോചിക്കേണ്ടല്ല. ഈ സർക്കാരിന്റെയും ഭരണപക്ഷത്തിന്റെയും ഈ ദേവസ്വം ബോർഡിന്റെയും എന്ന് പറയുന്ന ചൊല്ലിനെ അടിസ്ഥാനമാക്കി എന്നാണ് പറയുന്നത്. അന്ന് പറ്റിയില്ല എങ്കിലും ഇപ്പോൾ സംഘടിപ്പിക്കുമ്പോൾ എന്തിന് തെറ്റു പറയണം എന്നാണ് ചോദിക്കുന്നത്. ഈ സമഗ്രമായിട്ടുള്ള വികസനം എന്താണെന്ന് നമുക്ക് നല്ല വ്യക്തമായി അറിയാവുന്നതാണ്. ഈ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഊരിക്കൊണ്ടുപോയി ഉരുക്കിക്കൊണ്ട് തിരിച്ചു വന്നതും അതിനകത്ത് കുറവ് വന്നു ഒക്കെ ദേവസ്വം ബോർഡിന്റെ വികസനമാണെന്ന് അവസാനം CPIM എന്ന പ്രസ്ഥാനം നിലപാടെടുക്കേണ്ടി വരും. ഞാൻ ചോദിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. നമ്മളുടെ ചോദ്യം, നമ്മൾ എന്തുകൊണ്ട് UDF എന്ന് പറയുന്ന ആ പ്രസ്ഥാനം എന്തുകൊണ്ട് ആ കോൺക്ലേവിനകത്ത് പങ്കെടുത്തില്ല? ലളിതമാണ്, ഞങ്ങളുടെ ഉത്തരം ലളിതമാണ്. ഞങ്ങൾ വിശ്വാസ സമൂഹത്തിനോടൊപ്പമാണ്.
2018 കേരളം എന്ന സംസ്ഥാനത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റിക്കൊണ്ട് അയ്യപ്പ ഭക്തരുടെ ഇമോഷൻസിനെ മുഴുവൻ ഹേർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ആചാര ലംഘനം അനുഷ്ഠാനങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷ സർക്കാർ നിലനിന്നപ്പോ എന്തായിരുന്നു ലക്ഷ്മി അന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്തായിരുന്നു? നിങ്ങളടക്കമുള്ള ആളുകൾ കണ്ടതല്ലേ ഒരു വിശ്വാസ സമൂഹത്തെ കേവലം ഹൈന്ദവന്റെ മാത്രമല്ല മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരും എല്ലാവരും അയ്യപ്പം എന്ന ആ ശബരിമലയിൽ വിശ്വസിക്കുന്ന മതമില്ലാത്ത ജാതിയില്ലാത്ത ആളുകളൊക്കെ തന്നെയും ഒരുപോലെ പറഞ്ഞിട്ടും ഒരു നിലപാടിന്റെ പേരിൽ, നവോത്ഥാനത്തിന്റെ പേരിൽ, പുരോഗമനവാദത്തിന്റെ പേരിൽ, യുക്തിവാദത്തിന്റെ പേരിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചേ മതിയാകൂ എന്നുള്ള യുക്തിവാദത്തിന്റെ വിഷയം ആയിരുന്നില്ല അന്ന്. അതൊരു ഭരണഘടനാപരമായി തന്നെയും ശരിയായിട്ടുള്ള നിയമപരമായി ശരിയായ ഒരു നടപടിയായിരുന്നു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ സ്ത്രീ പ്രവേശനം നടത്തിയത്. പക്ഷേ ഭക്തരുടെ മനസ്സിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. മതപരമായ കാര്യമായതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ചർച്ചകൾ ആവശ്യമായിരുന്നു എന്ന് പറയുന്നത് ശരി. പക്ഷേ അന്ന് സർക്കാർ ചെയ്തത് നിയമപരമായി ശരിയായിരുന്നു. വേണ്ടത് എന്ന് പറഞ്ഞാൽ നിലപാടെടുത്തത് VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലല്ലേ? VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലല്ലേ ആ അഫിഡവിറ്റ് അവിടെ സബ്മിറ്റ് ചെയ്തതും അതിനനുകൂലമായിട്ടുള്ള വിധി എടുത്തതും അല്ലേ? സ്ത്രീകളെ പ്രവേശിപ്പിച്ചേ മതിയാകൂ. ഇവിടെ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്കറിയാം വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണ് ഉള്ളത്. അവിടെ തന്നെയും ഈ മതപരമായ കാര്യങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ അർഹതയുണ്ടോ, കഴിയുമോ എന്നുള്ള കാര്യമാണ് ആദ്യം പരിഗണിക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ശബരിമലയിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നത്. അപ്പോൾ കാലം എത്ര കഴിഞ്ഞു പോകും എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ അതുവരെയും ശബരിമലയുടെ വികസനങ്ങളെല്ലാം അങ്ങനെ അങ്ങ് പെൻഡിങ് വെക്കാം എന്നുള്ളതാണോ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം? അപ്പോൾ അതുവരെയും ശബരിമലയുമായി ബന്ധപ്പെട്ട വികസന സംവാദങ്ങളിലൊന്നും പങ്കെടുക്കില്ല എന്നുള്ളതാണോ പ്രതിപക്ഷ നിലപാട്? വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോ വികസനം നടത്തരുതെന്ന എന്ത് പൊള്ളയായ ന്യായമാണ് ഈ സർക്കാർ ഏറ്റെടുക്കുന്നത്? എന്ത് പൊള്ളയായിട്ടുള്ള ന്യായീകരണമാണ് ഇവർ പറയുന്നത്? ഈ യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ യുവതികളെ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ അവിടെ ഈ പറയുന്ന വികസനം ഒന്നും നടക്കില്ലേ? ഈ പറയുന്ന വികസനം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ആളുകൾ ഇപ്പൊ ആരായി? ആ വിശ്വസിക്കുന്ന ആളുകളുടെ ഇമോഷൻസിനെ അത്രത്തോളം ഹേർട്ട് ചെയ്തുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് ആ രണ്ട് യുവതികൾ അവിടെ കയറിയവരാരൊക്കെയായിരുന്നു? നമ്മൾ അവരുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി അറിയാം. ബിന്ദു അമണിയും രഹന ഫാത്തിമ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് അവിടെ കയറിയത്. ഈ പറയുന്ന പോലെ അയ്യപ്പനോടുള്ള ഭക്തി പൂണ്ടിട്ടൊന്നുമല്ലല്ലോ അവർ അവിടെ ചെന്ന് ഈ പറയുന്ന പോലെ സന്നിധാനത്തിന് അവിടെ ചെന്ന് അയ്യപ്പനെ പ്രാർത്ഥിക്കുവാനൊന്നും ചെന്നത്. അതൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് ആക്ടിവിസ്റ്റ് അവിടെ ചെല്ലണമെന്നും ആ ആചാര ലംഘനം നടത്തണമെന്നുമുള്ള രണ്ട് യുവതികൾക്ക് ആചാര ലംഘനങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് രണ്ട് യുവതികൾ എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് ആക്ടിവിസ്റ്റുകൾ കയറി ചെന്നതിന് എല്ലാ ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് പലവിധ ഉദ്ദേശങ്ങൾ കാണും. അത് ഭക്തി മാത്രമായിരിക്കില്ല. ക്ഷേത്രത്തിന്റെ പൗരാണികമായ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാകും, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള താല്പര്യം കാണും. അങ്ങനെ പല താല്പര്യങ്ങൾ കാണും. നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആചാര ലംഘനങ്ങളും ആ വിശ്വാസ പ്രമാണങ്ങളും തകർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേര് ഈ സർക്കാരിനെ സമീപിക്കുകയും ആ സർക്കാർ എല്ലാവരിലും എത്രത്തോളം ശുദ്ധമായ ഭക്തി ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് അളവുകോൽ വെച്ചാണ് അളക്കുന്നത്? അപ്പോൾ എങ്ങനെ ആ യുവതികളുടെ അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ ശബരിമല പ്രവേശത്തെ മാത്രം ഈ രീതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും? നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ മലയാളത്തിൽ പറയുന്ന പോലെ മലയാളത്തിൽ ചില ചൊല്ലുണ്ടല്ലോ, വളരെ വ്യക്തമായി സെൻസിബിൾ ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്താൽ എവറിത്തിങ് ഈസ് ഔട്ട് ആൻഡ് ഓപ്പൺ. നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും നമ്മൾ ഭരണഘടനാപരമായും നിയമപരമായി പ്രത്യേകിച്ചും അത് പറയണം വിജയ്, അന്ന് അത് നിയമപരമായി വളരെ ശരിയായ തീരുമാനമായിരുന്നു. അതിനെ മുൻനിർത്തി കോൺഗ്രസ് എതിർക്കുന്നതിൽ ഒരർത്ഥവുമില്ല കേട്ടോ. അതാണ് ഞങ്ങളുടെ വാലിഡ് പോയിന്റ്. വിശ്വാസ സമൂഹത്തിനോടൊപ്പം ഒരുപാട് ആളുകളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്തുകൊണ്ട് വിശ്വാസ പ്രമാണങ്ങളെ തകർത്തുകൊണ്ട് വിജയ് അല്ല, ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിജയ് ഇത് കേൾക്കണം. ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് 18 MP കോൺഗ്രസിൻ്റെ UDFിൻ്റെയാണ്. നിങ്ങൾ പാർലമെൻറ്റിനകത്ത് ഇത്ര വലിയ വിശ്വാസികളോട് താല്പര്യമുള്ളവരാണെങ്കിൽ
ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമ ഭേദഗതിക്ക് 18 എംപിമാർ കോൺഗ്രസിന്റെ UDFന്റെ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? 7 വർഷം കഴിഞ്ഞല്ലോ. എന്നിട്ട് അതിനൊന്നും ആത്മാർത്ഥത കാണിക്കുക. അത് എളുപ്പ വഴിയാണ്. നിങ്ങൾ തന്നെ ഇപ്പൊ ആവശ്യപ്പെട്ടാൽ മതിയല്ലോ, അത് നടത്താൻ കഴിയും. രണ്ടാമത്തെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമാണ്. വിശാല ബെഞ്ചിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണ് പാർലമെന്റിൽ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുക? ശ്രീ പത്മകുമാർ, രാഷ്ട്രീയമായി അങ്ങനെ ചോദിക്കാമെന്നല്ലേ ഉള്ളൂ. അതെ, അത് അത്രേ ഉള്ളൂ. അല്ല, അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയമായിട്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. ഇതെന്താ വരാത്ത എന്നുള്ളത് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. കാരണം അയ്യപ്പ സംഗമം എന്ന് പറയുന്ന CPM-ന്റെ രാഷ്ട്രീയ പദ്ധതി അത് വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് അത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തോന്നുന്നത്. SNDP-യെയും NSS-നെയും വിവിധ സമുദായ സംഘടനകളെയും ഒക്കെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരുവാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് 2018-ൽ സംഭവിച്ച കാര്യങ്ങളിൽ ഒരു മുറിവുണക്കൽ അതുകൂടിയാണ് സർക്കാർ ഉദ്ദേശിച്ചത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ, അല്ലേ? അത് ഭക്തരെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന കാര്യത്തിൽ പറയാൻ കഴിയില്ല ഈ നിമിഷം. എങ്കിൽ പോലും സമുദായ സംഘടനകളുടെയെങ്കിലും മുറിവുണക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മുറിവുണക്കുന്നതിന്റെ അല്ല, അവിടെ ആത്മാർത്ഥമായി തന്നെയാണ് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നത്. അത് വളരെ നല്ല നിലയ്ക്ക് തന്നെ ബാക്കി കാര്യങ്ങളും തുടർ നടപടികളും ഉണ്ടാവും. അതൊക്കെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന വികസനമായിരുന്നു. അതിന് ഈ 16 കോടി ചെലവഴിച്ച് സംഗമം നടത്തി അവിടെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യകത ഇതൊക്കെ ഈ കോടികളുടെയൊക്കെ കണക്കിന് യാതൊരു വിലയില്ലേ? അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ പ്രചരണത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ വിജയ് ചോദിച്ചപ്പോൾ ആദ്യം ഒരു ദ്വാരപാലകരുടെ കാര്യം പറഞ്ഞു. എന്തായിരുന്നു കഥ? ഇവിടെ പ്രചരിപ്പിച്ച എന്താ? കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവര് 2019-ൽ 44 കിലോ അങ്ങോട്ട് കൊണ്ടുപോയി 38 വന്നുള്ളൂ. 6 കിലോ സ്വർണം കാണാനില്ലെന്നാണ്. അവിടെ അല്ലെന്നേ ഞാൻ പറയട്ടെ. ക്ഷേത്രങ്ങളിൽ എടുത്തിട്ടില്ല, വെറുതെ പ്രചരണം നടത്തുകയാണ്. അവിടെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ആ ദ്വാരപാലകരുടെ ശില്പം അത് പോളിഷ് ചെയ്തത്. ദ്വാരപാലക വിഷയത്തിലേക്ക് അധികം പോകാൻ സമയമില്ല. എന്തായാലും വളരെയധികം നന്ദി ശ്രീ A. പത്മകുമാർ. വിജയ് ഇന്ദുചൂടൻ ചർച്ചയ്ക്ക് എത്തിയതിന് ആഗോള അയ്യപ്പ സംഗമം ഫലം കണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചത്. എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം കുറച്ചുകൂടി കാത്തിരുന്ന് കാണേണ്ടി വരും എന്നുള്ളതാണ്.